Meet the editors. കരുനാഗപ്പള്ളി CPM-ലെ ഭിന്നത ഒറ്റപ്പെട്ട സംഭവമെന്ന് MV ഗോവിന്ദൻ. തെരുവിലെത്തിയ വാക്പോരും വാഗ്വാദങ്ങളും കാര്യമാക്കേണ്ടതില്ലെന്ന നിലപാടിലാണ് പാർട്ടി സെക്രട്ടറി. മാധ്യമങ്ങൾ വിഷയങ്ങളെ പെരുപ്പിച്ചു കാണിക്കുന്നു. പാർട്ടിക്കകത്തുള്ള തെറ്റായ പ്രവണതകൾ വെച്ചു പൊറിപ്പിക്കില്ലെന്നും ഉചിതമായ നടപടികൾ ഉണ്ടാവുമെന്നും ആവർത്തിക്കുകയാണ് MV ഗോവിന്ദൻ. കരുനാഗപ്പള്ളി CPIM-ലുണ്ടായത് വിഭാഗീയതയല്ലെന്ന് പാർട്ടി സെക്രട്ടറി. കേവലം അഭിപ്രായ ഭിന്നതയെ മാധ്യമങ്ങൾ പെരുപ്പിച്ചു കാട്ടി. പ്രാദേശിക പ്രശ്നങ്ങളെ പൊതുവായി ചിത്രീകരിച്ചു. മാധ്യമങ്ങൾ ഇടതുപക്ഷ വിരുദ്ധതയുടെ മുഖമുദ്രയായെന്ന് കുറ്റപ്പെടുത്തൽ. 38,000-ത്തിലധികം സമ്മേളനങ്ങൾ പൂർത്തീകരിച്ചു. എതിർ ശബ്ദം വിരലിലെണ്ണാവുന്നിടത്ത് മാത്രമെന്ന് വിശദീകരണം. കരുനാഗപ്പള്ളിയും കുലശേഖരപുരവും ഒറ്റപ്പെട്ടതോ? അങ്ങനെയെങ്കിൽ തിരുവല്ലയും മംഗലപുരത്തും നടക്കുന്നത് എന്ത്? ആലപ്പുഴയിലെ പ്രശ്നങ്ങൾ പറഞ്ഞു പരിഹരിക്കാവുന്നതാണോ? ഭിന്നത പരിഹരിക്കാൻ പാർട്ടി സെക്രട്ടറി നേരിട്ടെത്തുന്നത് സാധാരണമോ? പാർട്ടിയിൽ ഭിന്നസ്വരങ്ങൾ ഉയരുന്നത് നല്ല പ്രവണതയോ? മുതിർന്ന നേതാക്കളുടെ തുറന്നു പറച്ചിൽ തിരിച്ചടിയാകുമോ? സത്യത്തിൽ പാർട്ടിയിൽ നടക്കുന്നത് ഒറ്റപ്പെട്ട സംഭവങ്ങളോ? പാർട്ടിയിലേത് ഒറ്റപ്പെട്ട സംഭവമാണോ എന്നാണ് ചോദ്യം. ഒറ്റപ്പെട്ട സംഭവമായിട്ട് ഞാൻ കാണുന്നില്ല. കാരണം ഈ സാധാരണ ഈ രാഷ്ട്രീയക്കാർക്കിടയിൽ ഒരു രീതിയുണ്ടല്ലോ, പല സംഭവങ്ങളും ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതൊരു ഒറ്റപ്പെട്ട സംഭവമാണെന്ന് പറയും. അതൊരു പ്രതിരോധം തീർക്കലാണ്. പക്ഷേ CPM വളരെ ഗൗരവത്തോടുകൂടി കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണ്. പാർട്ടിക്കുള്ളിൽ ചില ജില്ലകളിലെങ്കിലും രൂപപ്പെട്ടു വന്നിട്ടുള്ള അഭിപ്രായ ഭിന്നതകൾ നമ്മൾ ഇന്നലെ തന്നെ ചർച്ച ചെയ്തപ്പോൾ ഞാൻ എൻ്റെ നിലപാട് വ്യക്തമാക്കിയതാണ്. ഇതിനെ ഒരു വിഭാഗീയതയായിട്ട് ഞാൻ കാണുന്നില്ല. വിഭാഗീയതയ്ക്ക് വിഭാഗീയതയുടേതായിട്ടുള്ള രാഷ്ട്രീയവും പ്രത്യയശാസ്ത്ര അടിത്തറയൊക്കെ ഉണ്ട്. അത്തരമൊരു വിഭാഗീയത എന്നാൽ പ്രാദേശികമായ തർക്കങ്ങളാണ്. ആ തർക്കങ്ങൾ രൂപപ്പെട്ടു വന്നിരിക്കുന്ന സാഹചര്യങ്ങൾ പാർട്ടി ഗൗരവത്തിൽ വിലയിരുത്തണം. ഇപ്പോൾ ഗോവിന്ദ മാസ്റ്റർ പറഞ്ഞൊരു കാര്യമുണ്ട്, 38,000 ബ്രാഞ്ച് സമ്മേളനം നടന്നല്ലോ, അതെല്ലാം സക്സസ്ഫുൾ ആയിട്ട് നടന്നില്ലേ, അവിടെ ഒന്നും അഭിപ്രായ വ്യത്യാസം ഉണ്ടായില്ലല്ലോ എന്ന്. ശരിയാണ്, അഭിപ്രായ വ്യത്യാസമൊന്നും ഉണ്ടായില്ല. ബ്രാഞ്ച് സമ്മേളനങ്ങൾ ഭംഗിയായി തന്നെ നടന്നു. പക്ഷേ സംസ്ഥാന സമ്മേളനം നടക്കാനിരിക്കുന്ന കൊല്ലം ജില്ലയിലെ ഒരു ഏരിയ കമ്മിറ്റി പിരിച്ചുകൊണ്ട സാഹചര്യം എന്ന് പറയുന്നത് ഒട്ടും തന്നെ ശരിയായിട്ടുള്ളൊരു സാഹചര്യം അല്ല. അവിടെ എന്താ സംഭവിച്ചത് നമ്മളിനിപ്പോൾ ആവർത്തിച്ച് പറയുന്നില്ല എങ്കിൽ പോലും സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളെ പൂട്ടിയിടുക, രാത്രിയിൽ വലിയ പ്രകടനങ്ങൾ നടത്തുക, വലിയ ആരോപണങ്ങൾ ഉന്നയിക്കുക. അപ്പോൾ കുലശേഖരപുരം എന്ന് പറയുന്നത് ഒരു ഒറ്റപ്പെട്ട സംഭവമായിട്ട് നമുക്ക് മനസ്സിലാക്കാമായിരുന്നു. പക്ഷേ ഇന്ന് മംഗലപുരത്ത് എന്താ സംഭവിച്ചിരിക്കുന്നത്? മംഗലപുരത്ത് ഒരു ഏരിയ സെക്രട്ടറി, അദ്ദേഹം കഴിഞ്ഞ 6 വർഷമായിട്ട് അവിടുത്തെ ഏരിയ സെക്രട്ടറിയാണ്. ആ ഏരിയ സെക്രട്ടറി പുറത്തേക്ക് വന്നിട്ട് അവിടുത്തെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള വി ജോയിയെ കുറിച്ച് പറഞ്ഞെന്താണെന്നറിയാമോ? ഏറ്റവും കൗതുകരമായ കാര്യം എന്ന് പറയുന്നത് വി ജോയി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് ജയിക്കാൻ വേണ്ടി ആയിരുന്നില്ല എന്നുള്ളതാണ്. 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ വോട്ടെണ്ണിയപ്പോൾ ഏറ്റവും സസ്പെൻസ് നിറഞ്ഞൊരു മണ്ഡലമായിരുന്നു ആറ്റിങ്ങൽ എന്ന് പറയുന്നത്, അല്ലേ? ഏറ്റവും ആവേശത്തോടുകൂടി അവസാന നിമിഷം വരെ സസ്പെൻസ് നിന്നിരുന്ന ഒരു മണ്ഡലമായിരുന്നു ആറ്റിങ്ങൽ എന്ന് പറയുന്നത്. ആ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ജോയി മത്സരിച്ചത് തോൽക്കാൻ വേണ്ടിയാണെന്നും അതിൻ്റെ കാരണം ജോയിക്ക് അടുത്ത തവണയും MLA ആയി ജില്ലാ സെക്രട്ടറി ആയി തന്നെ തുറന്നുകൊണ്ട് മന്ത്രിസ്ഥാനം പിടിച്ചെടുക്കുക എന്നുള്ളതായിരുന്നു എന്നൊക്കെയാണ് ഇന്നിപ്പം ഈ മധു മുല്ലശ്ശേരി എന്ന് പറയുന്ന ഏരിയ സെക്രട്ടറി പറഞ്ഞിരിക്കുന്നത്. എന്ന് മാത്രമല്ല അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് കോൺഗ്രസുമായി ചർച്ച നടന്നു, BJP-യുമായും ചർച്ച നടന്നു എന്നാണ്. 2 പാർട്ടികളുമായി ഇതിനോടകം അദ്ദേഹം ചർച്ച ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അങ്ങോട്ടേക്ക് പോകാൻ ഏത് പാർട്ടിയിലേക്കാണ് ഇനി പോകേണ്ടെന്നൊരു തീരുമാനം മാത്രം എടുത്താൽ മതി. ആ രീതിയിൽ പാർട്ടിയുടെ 8 വർഷം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി, 6 വർഷമായിട്ട് ഏരിയ സെക്രട്ടറി, അങ്ങനൊരു നേതാവാണ് ഈ നിമിഷങ്ങൾക്കുള്ളിൽ കോൺഗ്രസുമായും BJP-യുമായിട്ടൊക്കെ ചർച്ച നടത്തിയിരിക്കുന്നത്. അപ്പോൾ എന്ത് പാർട്ടി പ്രവർത്തകരാണ് ഇവർ? എന്താണ് ഈ പാർട്ടിക്കകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഗൗരവത്തോട് നേതൃത്വം കാണണ്ടേ? അതാണ് ഞാൻ ഈ പറഞ്ഞത്, ഇതിനൊരു ഒറ്റപ്പെട്ട സംഭവമായിട്ട് നമ്മൾ അങ്ങ് എഴുതി തള്ളി കളയരുത് എന്നുള്ളത്. രാഷ്ട്രീയ പ്രതിരോധം എന്നുള്ളതിലേക്ക് ഗോവിന്ദ മാസ്റ്റർക്ക് അങ്ങനെയൊക്കെ പറയേണ്ടി വരുമെങ്കിലും ആ പാർട്ടിയുടെ നേതൃത്വം ഈ വിഷയങ്ങൾ ഗൗരവത്തോടുകൂടി കാണണം. അതുപോലെ തന്നെ പാലക്കാട് നടന്നേ സമാന്തര സമ്മേളനം നടത്തി, സമാന്തര പാർട്ടി ഓഫീസ് ഉണ്ടാക്കി, അതിന് EMS-ന്റെ പേരും നൽകിയിട്ടുള്ള രീതിയിൽ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നു. അതേപോലെ തന്നെയാണ് ആലപ്പുഴയിലെ സംഭവം. ആലപ്പുഴയിലെ സംഭവത്തിനകത്ത് ആ ബിബിൻ BJP-യിലേക്ക് ആയിരുന്നു. പക്ഷേ അവരുടെ അമ്മ പ്രസന്നകുമാരി ഉണ്ടല്ലോ, അവർ ഏരിയ കമ്മിറ്റിയാണ് സഹകരിക്കില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏരിയ കമ്മിറ്റിയുമായി സഹകരിച്ച് പ്രവർത്തിക്കത്തില്ല, മറ്റു പാർട്ടിയിലേക്ക് പോകുമെന്ന് പറയുന്നില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ഈ പ്രശ്നങ്ങളുടെയൊക്കെ കാരണങ്ങൾ എന്താണ്? പ്രാദേശികമായ വൈരാഗ്യമാണ്. ആ പ്രാദേശിക വൈരാഗ്യം എങ്ങനെയാണ് രൂപപ്പെടുന്നത്? അത് ആരോപണങ്ങളുമായി ബന്ധപ്പെട്ടാണെന്നേ. ആരോപണം എന്തൊക്കെയാ? അഴിമതി, ലഹരി മരുന്ന് കടത്ത്, ക്വാറി മാഫിയ, മണൽ മാഫിയ എന്നിവരുമായിട്ടുള്ള ചങ്ങാത്തം, ലൈംഗികാരോപണങ്ങൾ, ഇത്തരത്തിലൊക്കെയുള്ള ജീർണതകൾ വരുന്നുണ്ടെങ്കിൽ അതിനെ ഒരു ഒറ്റപ്പെട്ട സംഭവം എന്ന് ലഘൂകരിക്കാതെ അത് ഗൗരവത്തോടുകൂടി തന്നെ പാർട്ടി കാണേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഈ മധു മുല്ലശ്ശേരിയുടെ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടല്ലോ, 8 വർഷം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും 6 വർഷം ഏരിയ സെക്രട്ടറിയും ആയിരിക്കുന്ന ഒരാൾ പാർട്ടി നേതൃത്വത്തെ വെല്ലുവിളിച്ച് ഏരിയ സമ്മേളനത്തിൻ്റെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഞാനിതാ കോൺഗ്രസുമായും BJP-യുമായും ഒരേ സമയം ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പാർട്ടി പ്രവർത്തകരെ ഏത് രീതിയിലാണ് വളർത്തിക്കൊണ്ടിരിക്കുന്നത്, പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യവും കൂടി പാർട്ടി നേതൃത്വത്തിന് ബോധ്യമുണ്ടാകണം. ആ രീതിയിലുള്ള പ്രവണതകൾ പാർട്ടിക്കുള്ളിൽ ഉണ്ടാകുന്നത് ഒട്ടും തന്നെ ആശാസ്യമല്ല. അതുകൊണ്ട് ഒറ്റപ്പെട്ട സംഭവമായി ഞാൻ ഇതിനെ കാണുന്നില്ല. ഇത് പാർട്ടിയും ഒറ്റപ്പെട്ട സംഭവമായി കാണാതെ ഗൗരവത്തിലെടുത്ത് പരിഹരിക്കേണ്ട ഒരു ജീർണത പാർട്ടിക്കുള്ളിൽ ആരംഭിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ എനിക്കൊരു തർക്കവുമില്ല.
കായംകുളത്തേത് ഒരൊറ്റപ്പെട്ട സംഭവമാണ് എന്നാണ് എൻ്റെ പക്ഷം. കാരണം നമ്മുടെ മുന്നിലുള്ള 5-6 വിഷയങ്ങളുണ്ട്. ഒന്ന്, തിരുവനന്തപുരത്ത് മംഗലപുരത്തുള്ള വിഷയം, പത്തനംതിട്ടയിൽ തിരുവല്ലയിലുള്ള വിഷയം, കായംകുളത്തുള്ള വിഷയം, അമ്പലപ്പുഴയിലുള്ള വിഷയം, പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിലുള്ള വിഷയം. 5 ഇടങ്ങളിലാണല്ലോ ഇപ്പോൾ പ്രധാനമായിട്ടും വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന വിഷയങ്ങളുണ്ടായത്. 38,000-ഓളം ബ്രാഞ്ച് സമ്മേളനങ്ങൾ വളരെ സമാധാനപരമായി, സമാധാനപരം എന്നുദ്ദേശിക്കുന്നത് അവിടെയൊക്കെ പൊട്ടലും ചീറ്റലും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെ ഉണ്ടാവുമ്പോഴാണ് ആ പാർട്ടി കരുത്താർജിക്കുക എന്നതാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. കാര്യം അഭിപ്രായ വ്യത്യാസങ്ങൾ ആശയപരമായിട്ടുണ്ടാവുന്നു. അന്ന് PV Anwar ഉണ്ടാക്കിയ കോളിളക്കം ബ്രാഞ്ച് കമ്മിറ്റികളിലടക്കം ചർച്ച ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടാവുന്നു. പാർട്ടി നേതൃത്വത്തിനെതിരെ തുറന്ന് വിമർശനം ഉന്നയിക്കുന്നു. അതാണല്ലോ പാർട്ടിയുടെ അടിസ്ഥാനമായിട്ടുള്ള ആശയം. ഡെമോക്രാറ്റിക് സെൻട്രലിസം എന്ന് പറയുന്ന ആശയം തന്നെ അതാണ്. നിങ്ങൾ തുറന്നു തന്നെ വിമർശിക്കണം, എന്നാൽ പ്രവർത്തിക്കാൻ പോകുന്ന സമയത്ത് ഒരുമയോടുകൂടി മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. അപ്പോൾ ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ നടക്കുന്ന വലിയ ആശയപരമായ സംവാദങ്ങളെയും ചർച്ചകളെയും പാർട്ടിയിലെ പൊട്ടിത്തെറിയായിട്ട് കാണുന്നത് നമ്മളുടെ ചെറിയ മനസ്സിൻ്റെ പ്രതിഫലനമാണ് എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നാൽ ഈ 5 ഇടങ്ങളിലെ വിഷയം 5ഉം ഒറ്റപ്പെട്ട സംഭവങ്ങളാണ്. കാരണം ഇതിൻ്റെയൊക്കെ കാരണങ്ങൾ വ്യത്യസ്തങ്ങളാണ്. പക്ഷേ ഇവയെല്ലാം തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ഘടകമുണ്ട് താനും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നോക്കൂ, ഞാൻ അധികം വിശദീകരിക്കുന്നില്ല. മംഗലപുരത്തെ വിഷയത്തിലേക്ക് വന്നാൽ മധു മുല്ലശ്ശേരി പറഞ്ഞൊരു വാചകമുണ്ടല്ലോ, ഞാനൊരു രാഷ്ട്രീയ നേതാവായി പോയില്ലേ, അതുകൊണ്ട് മറ്റേതെങ്കിലും പാർട്ടി പ്രവർത്തിക്കാതിരിക്കാൻ പറ്റത്തില്ലെന്നാണ്. ഒരു രാഷ്ട്രീയ നേതാവായി തീർന്നാൽ മറ്റേതെങ്കിലും പാർട്ടി പ്രവർത്തിക്കാതിരിക്കാൻ ഇദ്ദേഹം എന്താ പോലീസ് കോൺസ്റ്റബിളാണോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഡോക്ടർ പദവിയുള്ള ആളാണോ? അദ്ദേഹത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അടിത്തറയിൽ നിന്ന് ലോക്കൽ കമ്മിറ്റിയിൽ തുടങ്ങി, ബ്രാഞ്ചിൽ തുടങ്ങി, ലോക്കലിൽ തുടങ്ങി, ഏരിയയിലൂടെ വളർന്ന് ഏരിയ സെക്രട്ടറി ആയ മനുഷ്യൻ 2 വർഷം തുടർച്ചയായി ഏരിയ സെക്രട്ടറി ആയിട്ടിരിക്കുമ്പോൾ 3ാമത് ഏരിയ സെക്രട്ടറി ആകുന്നതിന് തടസ്സമുണ്ടെന്നും ആ തടസ്സത്തിന് പിന്നിൽ വി ജോയി ആണെന്നും കണ്ടെത്തി വി ജോയിക്കെതിരെ പൊട്ടിത്തെറിയുകയാണ്. എന്നിട്ട് ഏരിയ സെക്രട്ടറിക്ക് പുറത്ത് സമ്മേളനം നടക്കുന്ന വേദിക്ക് പുറത്ത് വന്നിട്ട് ഞാൻ പാർട്ടി വിടുന്നു എന്നാണ് ഈ മധു മുല്ലശ്ശേരി പറയുന്നത്. അവിടെയാണ് മധു മുല്ലശ്ശേരിയുടെയും വി ജോയിയും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസത്തെ നമ്മളൊരു വിഭാഗീയതയായി ചിത്രീകരിക്കുന്നത് കൊണ്ടൊരു അർത്ഥമില്ല. അത് മധു മുല്ലശ്ശേരിയുടെ ഏരിയ സെക്രട്ടറി ആവാനുള്ള ഒരു താല്പര്യം അതിനകത്ത് പ്രകടമാണ്. അപ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തിനൊരു കാരണം പറയാം. അദ്ദേഹം അപ്പോഴും പറയുന്നുണ്ട് ഇത് പാർട്ടി നേതൃത്വമാണ് തീരുമാനിക്കേണ്ടത്. മറ്റൊന്നും അദ്ദേഹം പറയുന്നില്ല. ഇത് വി ജോയിയുടെ പ്രശ്നമാണ്, വി ജോയിയാണ് എന്നെ ആക്കാത്തത്, വി ജോയി വിഭാഗീയത വളർത്തുന്നു. പക്ഷേ അതിനൊന്നും തെളിവുകൾ മധു മുല്ലശ്ശേരി നൽകുന്നുമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം വീണ്ടും ഒരു സെക്രട്ടറി ആവാൻ വേണ്ടി അദ്ദേഹത്തിന് കഴിയാതെ വരുന്ന സാഹചര്യത്തിൽ പാർട്ടിയെ പുറന്തള്ളുന്നു. അതുകൊണ്ട് അതേതെങ്കിലും ഒരു വിഭാഗീയ പ്രവർത്തനമായി ഞാൻ കണക്കാക്കുന്നില്ല. അത് മധു മുല്ലശ്ശേരിയുടെ ഒരു താല്പര്യം മാത്രമാണ്, അഥവാ താല്പര്യ ഗ്രൂപ്പുകൾ ഉണ്ടാക്കാനുള്ള ഒരു ശ്രമം മാത്രമാണ് പാർട്ടിക്കുള്ളിൽ. അത് പാർട്ടി തിരിച്ചറിഞ്ഞുകൊണ്ടാകുമല്ലോ അദ്ദേഹം പാർട്ടിയിൽ നിന്ന് പുറത്തു പോകുന്നത്. അതാണ് എം വി ഗോവിന്ദ മാഷ് പറഞ്ഞൊരു കറക്റ്റീവ് പ്രാക്ടീസസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇത്തരം മധു മുല്ലശ്ശേരിമാരെ പാർട്ടിക്കുള്ളിൽ പ്രവർത്തിപ്പിക്കേണ്ടതില്ല എന്നുള്ളതാണ്. അങ്ങനെ മധു പുറത്തേക്ക് പോകുന്നു. അതുകൊണ്ട് ഏരിയ കമ്മിറ്റിക്ക് എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ എന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. വലിയ കാര്യമായ തട്ടുകേട് ഏരിയയ്ക്ക് അവിടെ ഉണ്ടാവാനുള്ള സാധ്യതയില്ല. പക്ഷേ കായംകുളത്ത് അങ്ങനെയല്ല. കായംകുളത്ത് ഏറ്റുമുട്ടുന്നത് സൂസൻ കോടിയും PR വസന്തനും തമ്മിലുള്ള 2 ഗ്രൂപ്പാണ്. മൊത്തം 10 ലോക്കൽ കമ്മിറ്റികളുണ്ട്. ആ 10 ലോക്കൽ കമ്മിറ്റികളിൽ 8 എണ്ണവും ഞാൻ മനസ്സിലാക്കുന്നത് നിൽക്കുന്നത് PR വസന്തനൊപ്പമാണ്. 2 എണ്ണം മാത്രമാണ് സൂസൻ കോടിക്കൊപ്പം. സംസ്ഥാന കമ്മിറ്റി അംഗമാണ് സൂസൻ കോടി. PR വസന്തനാണെങ്കിൽ അവിടെയുള്ള ജില്ലയിലെ പാർട്ടിയെ കെട്ടിപ്പടുക്കുന്നതിലും പ്രത്യേകിച്ച് VS-ന്റെ കാലത്തും പിന്നെ അതിനുശേഷം പിണറായിയുടെ കാലത്തുമൊക്കെ മികച്ച സംഘാടകൻ എന്ന നിലയിൽ അദ്ദേഹം ഏറെ ശ്രദ്ധിക്കപ്പെട്ടയാൾ. DYFയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നു PR വസന്തൻ. അപ്പോൾ PR വസന്തൻ്റെ കയ്യിലാണ് ബാക്കിയുള്ള 8ഓളം ലോക്കൽ കമ്മിറ്റികൾ ഇരിക്കുന്നത്. പക്ഷേ അവിടെ ഒരു പ്രശ്നം HA സലാമിനെതിരെ ഉയർത്തുന്നു. നേരത്തെയുള്ള ഉണ്ണിയുമായി ബന്ധപ്പെട്ട, ഉണ്ണിയുടെ കുടുംബവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. അതൊക്കെ വലിയ ചർച്ച ചെയ്യപ്പെട്ട വിഷയങ്ങളാണ്. അവിടെ അതൊന്നും വലിയ പ്രാധാന്യമുള്ളതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നില്ല. പക്ഷേ അതിൻ്റെ പേരിൽ തെരുവിൽ ഉയർത്തപ്പെട്ട മുദ്രാവാക്യങ്ങൾ എന്ന് പറയുന്നത് കൊള്ളക്കാരിൽ നിന്ന് രക്ഷിക്കണം, പെണ്ണുപിടിയന്മാരിൽ നിന്ന് രക്ഷിക്കണം തുടങ്ങിയ വാദങ്ങളായി മാറുന്നത് നേതൃത്വത്തിൻ്റെ, പ്രത്യേകിച്ച് ഈ പറയുന്ന 2 ഗ്രൂപ്പുകളായിട്ട് തിരിഞ്ഞുകൊണ്ടുള്ള ഒരു പോരാട്ടമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ ഞാൻ വിഭാഗീയത എന്ന വാക്ക് ഉപയോഗിക്കുന്നില്ല. നമ്മൾ സാധാരണ കോൺഗ്രസ് പാർട്ടിയിലൊക്കെ കാണുന്നത് പോലെയുള്ള ഒരു ഗ്രൂപ്പിസമാണ് യഥാർത്ഥത്തിൽ കൊല്ലത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് അതിൽ നിന്നൊട്ടും വ്യത്യസ്തമല്ല. കോൺഗ്രസ് പാർട്ടിയിലും അങ്ങനെയാണല്ലോ. ഗ്രൂപ്പ് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ പറയുക, നമ്മൾ കെ മുരളീധരനെ, രാജ്മോഹൻ ഉണ്ണിത്താനെ വിശേഷിപ്പിച്ചത് എങ്ങനെയാണ്? സമാനമായ സാഹചര്യമാണ് കൊല്ലത്തുമുള്ളത്. ഒരു ഭാഗത്ത് സൂസൻ കോടി, മറുഭാഗത്ത് ഈ PR വസന്തൻ എന്നുള്ളത്. അതുകൊണ്ടാണ് ഒരു ഏരിയ കമ്മിറ്റി പിരിച്ചുവിടേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് വന്നത്. അത് പാർട്ടിയെ സംബന്ധിച്ച് പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. കാരണം അവിടെ ജില്ലാ സമ്മേളനം നടക്കുന്നതാണ്. ജില്ലാ സമ്മേളനം നടക്കുന്ന സ്ഥലത്തെ ഏരിയ കമ്മിറ്റി പിരിച്ചുവിടുക, സംസ്ഥാന സമ്മേളനം നടക്കുന്ന സ്ഥലത്തെ ഒരു ഏരിയ കമ്മിറ്റി പിരിച്ചുവിടേണ്ടി വരിക. മാത്രമല്ല ഇത്തവണ കൊല്ലം ജില്ലയിൽ CPM-ന്റെ ജില്ലാ സമ്മേളനം നടക്കുമ്പോൾ കായംകുളത്തെ ഏരിയ കമ്മിറ്റിയിൽ നിന്ന് പ്രതിനിധികളില്ല.
അത് വലിയ വിഷയമാണ്. ജില്ലാ സമ്മേളനത്തിൽ ഒരു ഏരിയ കമ്മിറ്റിയിൽ നിന്ന് പ്രതിനിധികളില്ലാത്ത ഒരു സാഹചര്യം കൊല്ലത്ത് സംജാതമായിരിക്കുന്നു. അപ്പോൾ കൊല്ലത്ത് മറ്റൊരു വ്യത്യസ്തമാണ്. കൊല്ലത്ത് ഗ്രൂപ്പിസമാണ്, മറ്റേടത്ത് മധു മുല്ലശ്ശേരിയുടെ താല്പര്യങ്ങളാണ്. ഇനി തിരുവല്ലയിലേക്ക് വന്നു കഴിഞ്ഞാൽ പാർട്ടി തന്നെ ഇടപെട്ടുകൊണ്ട് അവിടെ തിരുവല്ലയിലെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പുറത്താക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അത് അടുത്ത സമ്മേളന കാലയളവിൽ പുതിയ സെക്രട്ടറി തീരുമാനിക്കുന്നു. ആ പ്രശ്നം അവിടെ അവസാനിക്കുന്നു. എന്നാൽ പാർട്ടിക്കുള്ളിൽ തീർച്ചയായിട്ടും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അത് സമ്മേളന കാലയളവോടുകൂടി പരിഹരിക്കും. തിരുവല്ലയിലെ പ്രശ്നം കുറച്ചുകൂടി ഗുരുതരമാണ്. തോമസ് ഐസക്കിനെ തോൽപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് ആരോപണം. അത് പാർട്ടിക്കുള്ളിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. പക്ഷേ അത് നോക്കൂ, ഈ 38,000 ബ്രാഞ്ച് സമ്മേളനങ്ങളിലും ആകെ നമ്മൾക്ക് എടുത്തു പറയാൻ പറ്റുന്നത് 5 കാര്യങ്ങളാണ്. 5 കാര്യങ്ങളാണ്. അത് കൊഴിഞ്ഞാമ്പാറയിലേതാണെങ്കിൽ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മുടെ സതീഷെന്നോ മറ്റോ സതീഷും അവിടുത്തെ ഈ സുരേഷ് ബാബുവും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസമാണ് അവിടെ ഒരു വിമത ശബ്ദമായിട്ട് മാറുന്നത്. പാലക്കാട്ടേത് ഒരു വിമത ശബ്ദമാണ്. കൊല്ലത്തേത് ഒരു ഗ്രൂപ്പിസത്തിൻ്റെ പ്രശ്നമാണ്. ഇനി തിരുവനന്തപുരത്തേക്ക് വന്നാൽ മംഗലപുരത്തേത് ഒരു വ്യക്തി താല്പര്യമാണ്. എന്നാൽ തിരുവല്ലയിലേത് കുറച്ചുകൂടി രൂക്ഷമായ ഒരു സംഘടനാ പ്രശ്നമാണ്. അത് പാർട്ടി അഡ്രസ്സ് ചെയ്യണം എന്നുള്ളത് കൊണ്ടാണ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി എത്തിയത്. അപ്പോൾ 5 രാഷ്ട്രീയ സ്വഭാവമുണ്ട്. പക്ഷേ അത് പാർട്ടിക്ക് ഗുണകരമാണോ എന്ന് ചോദിച്ചാൽ ഇത് എല്ലാ കാലഘട്ടങ്ങളിലും പാർട്ടിയിലുണ്ടാവും. പക്ഷേ ഇത് പ്രാദേശിക തലത്തിൽ ഏരിയ കമ്മിറ്റി തലത്തിൽ അഡ്രസ്സ് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. ഇത് സംസ്ഥാന തലത്തിലോട്ട് കയറുന്നില്ല. ജില്ലാ തലത്തിലോ സംസ്ഥാന തലത്തിലേക്കോ ഈ ഗ്രൂപ്പിസത്തിൻ്റെയോ പ്രാദേശിക സംഘർഷത്തിൻ്റെയോ അലയൊലികൾ എത്തുന്നില്ല എന്നുള്ളതാണ് പാർട്ടിക്ക് ഗുണകരമായിട്ടുള്ളത്. പക്ഷേ താഴെത്തട്ടിലുള്ള നേതാക്കളിൽ ഇത്തരത്തിലുള്ള മോഹങ്ങളും അഭിലാഷങ്ങളും വർദ്ധിച്ചു വരുന്നു എന്നുള്ളത് വ്യക്തമായ പാർട്ടി രാഷ്ട്രീയ ബോധ്യമില്ലായ്മയുടെ പ്രശ്നമാണ്. അതുകൊണ്ടാണ് ഇത്രയും വർഷം ഏരിയ സെക്രട്ടറി ആയിട്ടിരുന്ന ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിട്ടിരുന്ന ഒരാൾക്ക് 42 വർഷക്കാലത്തെ പാർട്ടി ജീവിതമുള്ള മധു മുല്ലശ്ശേരിക്ക് ഞാനൊരു രാഷ്ട്രീയ നേതാവായതുകൊണ്ട് ഇനി ഞാൻ അങ്ങനെയല്ലേ ജീവിക്കാൻ പറ്റൂ, അത് കോൺഗ്രസിലാണെങ്കിലോ BJP ആണോ എന്ന് തീരുമാനിക്കാം എന്ന് പറയുന്നൊരു സാഹചര്യത്തിലേക്ക് അദ്ദേഹം എത്തുന്നത്. അപ്പോൾ അദ്ദേഹം ഇതുവരെ പറഞ്ഞിരുന്ന രാഷ്ട്രീയം എന്താണ് എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്കൊക്കെ സംശയം ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് ആ രാഷ്ട്രീയത്തിൽ ചില കാര്യങ്ങൾ സംഭവിച്ചിരിക്കുന്നു, അത് ദുർബലമായിരിക്കുന്നു എന്നുള്ളതാണ്. അവിടെ രാഷ്ട്രീയവും ആശയ അടിത്തറയും ചോർന്നു പോകുന്ന സാഹചര്യം ഉണ്ടാവുന്നു അണികൾക്കിടയിലും ഏരിയ കമ്മിറ്റി പ്രവർത്തകർക്കിടയിലും എന്നുള്ളത് മധു നമ്മളോട് പറയുന്നുണ്ട്. സൂസൻ കോടിയുടെയും PR വസന്തൻ്റെയും വിഷയം നമ്മളോട് പറയുന്നുണ്ട്. പാലക്കാട്ടെ വിഷയം നമ്മളോട് പറയുന്നുണ്ട്. അത് പാർട്ടിയാണ് അഡ്രസ്സ് ചെയ്യേണ്ടത്. അത് പാർട്ടിക്ക് കരുത്ത് പകരണമെങ്കിൽ പാർട്ടി സ്വാഭാവികമായും അത്തരം കാര്യങ്ങളിൽ പാർട്ടി വിദ്യാഭ്യാസമാണെങ്കിലും മാറുന്ന ഒരു ലോകത്ത് മാറുന്ന സാമൂഹിക ക്രമത്തിനനുസരിച്ച് പാർട്ടിക്കുള്ളിൽ വന്നു ചേരുന്ന ഈ വലതുപക്ഷ രാഷ്ട്രീയ വ്യതിയാനങ്ങളെ പാർട്ടി അഡ്രസ്സ് ചെയ്തേ മതിയാവൂ. അതല്ലാത്ത പക്ഷം അതൊരു ഇടതുപക്ഷത്തെ കോൺഗ്രസ് ആയിട്ട് പാർട്ടി മാറാനുള്ള സാധ്യതയുണ്ട്. അതിന് പാർട്ടിയാണ് മാറേണ്ടത്. ഇപ്പോൾ അത് ഇടതുപക്ഷത്ത് നിൽക്കുന്നു. ഇടതുപക്ഷത്തുള്ള കോൺഗ്രസ്സായി മാറാൻ വളരെ എളുപ്പമാണ്. വാതിലുകളൊക്കെ ഇങ്ങനെ തുറന്നിടുമ്പോൾ പാർട്ടി ആലോചിക്കേണ്ടതും അത് തന്നെയാണ് എന്നാണ് എൻ്റെ പക്ഷം. അപ്പോൾ അതുകൊണ്ട് ഒറ്റപ്പെട്ട സംഭവമാണെന്ന് വെച്ചാൽ കായംകുളത്തേത് ഒറ്റപ്പെട്ടതാണ്. ഒറ്റപ്പെട്ട പല സംഭവങ്ങൾ 5 സംഭവങ്ങൾ ഒരുമിച്ച് ചേരുമ്പോൾ അതിനുള്ളിൽ ആശയ അടിത്തറ ദുർബലമാകുന്നു എന്നൊരു പ്രധാനപ്പെട്ട വിമർശനം കൂടി അതിൽ ഉന്നയിക്കാനുണ്ട്. സ്മൃതി, ഒറ്റപ്പെട്ട സംഭവമല്ല. ഇപ്പോൾ കായംകുളത്തേത് കരുനാഗപ്പള്ളിയിലേത് പറയുമ്പോൾ ഒരിടത്ത് സംസ്ഥാന കമ്മിറ്റി അംഗവും അപ്പുറത്ത് ജില്ലാ കമ്മിറ്റി അംഗവുമാണ്. ഇപ്പോൾ 2 നേതാക്കൾ തമ്മിലുള്ള തർക്കം അങ്ങനെയല്ല അതിനെ കാണേണ്ടത്. 2 വിഭാഗങ്ങളായി മാറുന്നു. ആ 2 വിഭാഗങ്ങളിലേക്ക് ഒരുപാട് പേർ ഒത്തുചേരുന്നു. അങ്ങനെ വിമതരുടെ ഒരു പ്രതികരണം ഉണ്ടാകുന്നു. നേതാക്കളെ പൂട്ടിയിടുന്ന സംഭവം എന്ന നിലയ്ക്ക് വേണമെങ്കിൽ അതിനെ ഒരു ഒറ്റപ്പെട്ട സംഭവമായി കാണാം. ഇപ്പോൾ മംഗലശ്ശേരിയിലെ മംഗലപുരം അല്ലേ, മംഗലപുരത്തേത് വേണമെങ്കിൽ ഒറ്റപ്പെട്ട സംഭവമായി പറയാം. കാരണം അവിടെ ഒരു നേതാവ് മാത്രം ഏരിയ സെക്രട്ടറിയെ മാറ്റുന്നു എന്നുള്ള ഒരൊറ്റ മധു മുല്ലശ്ശേരിയെ മാറ്റുന്നു. മധു മുല്ലശ്ശേരിയെ തന്നെ മാറ്റുന്നു എന്ന് കണ്ടപ്പോൾ ഉടനെ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു, സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു എന്നുള്ളതാണ്. അത് വേണമെങ്കിൽ ഒറ്റ ഒരു നേതാവിൻ്റെ കാര്യമായി കാണാം. പക്ഷേ ബാക്കിയുള്ളിടത്തു നിന്ന് വന്ന കാര്യങ്ങൾ മുഴുവൻ ഒരു സംഘം 2 സംഘമായി ചേരിതിരിഞ്ഞിട്ടുള്ള വിഷയമാണ്. അപ്പോൾ അപ്പുറത്ത് നടപടി നേരിടുന്നവർ എങ്ങോട്ട് പോകുമെന്നുള്ള വിഷയമുണ്ട്. അപ്പോൾ അതിലാണ് കൊഴിഞ്ഞുപോക്കുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത്. അതാണ് BJPയും പറയുന്നത്. ഞങ്ങളിത് വാതിൽ തുറന്നിട്ടിരിക്കുന്നു, ഇനി ഒരുപാട് പേർ ബിപിൻ സി ബാബുവിനെ പോലുള്ളവർ ആലപ്പുഴയിൽ നിന്നും ആളുകളെ കൊണ്ടുവരുമെന്നൊക്കെ അവകാശപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ കണ്ട സംഭവങ്ങൾ ഇപ്പോൾ എവിടെയൊക്കെയാണ്? കരുനാഗപ്പള്ളിയിലാണ്, പാലക്കാടുണ്ട്. പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിൽ എന്ന് പറയുന്നത് മറ്റൊരു പാർട്ടി ഓഫീസ് തന്നെ തുടങ്ങിയിരിക്കുകയാണ്. EMS സ്മാരകം അല്ലേ, ഒരു ഓഫീസ് തന്നെ തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ അതിലേക്ക് 1-2 ആളുകളല്ല, ഒരു സംഘം ആളുകൾ വരുന്നുണ്ട്. അപ്പോൾ ആ വിഭാഗീയത എന്നുള്ളത് ഈ ഏരിയ കമ്മിറ്റി യോഗങ്ങൾ, ഈ ഏരിയ സമ്മേളനങ്ങൾ നടക്കുമ്പോൾ മാത്രം വന്ന കാര്യമല്ലോ, അതിനു മുമ്പേ കുറച്ചു കാലമായി തുടങ്ങിയ കാര്യമായിരിക്കാം എന്നുള്ള കാര്യമുണ്ട്. അപ്പോൾ അത് പാർട്ടി ആ ഘട്ടങ്ങളിൽ പരിശോധിച്ചിരുന്നില്ലേ? ഇപ്പോൾ ഈ സമ്മേളന കാലയളവിലാണോ? കറക്ഷൻ എന്ന വാക്കാണ് പാർട്ടി സെക്രട്ടറി ഉപയോഗിച്ചത്. അങ്ങനെയെങ്കിൽ നല്ല കാര്യം, തിരുത്തൽ വരുത്തേണ്ടതുണ്ട്. ഏത് തരത്തിലുള്ള വിഭാഗീയതയാണ്? വിഭാഗീയത പിന്നിലെ രാഷ്ട്രീയ കാരണങ്ങളല്ല, മറ്റു പല കാര്യങ്ങളാണ് നമുക്കറിയാം. ഈ പറഞ്ഞ പോലെ ക്വാറി ബന്ധം, മണ്ണ് മാഫിയ ബന്ധം, അല്ലെങ്കിൽ ലൈംഗികാരോപണം തുടങ്ങിയ വിഷയങ്ങളൊക്കെ വരുമ്പോൾ അതൊക്കെ ഈ സമ്മേളന കാലയളവിൽ മാത്രം അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട വിഷയമാണ്. അതിനു മുമ്പേ അവരൊക്കെ അവിടെ തുടരുകയായിരുന്നു. അവരൊക്കെ പ്രധാനപ്പെട്ട സ്ഥാനങ്ങൾ
സ്ഥാനങ്ങളിലായിരുന്നു എന്നൊരു വിഷയം അവിടെ നിൽക്കുകയാണ്. ഇനി നോക്കൂ, പയ്യന്നൂരിൽ വിഭാഗീയത കുറച്ചു കാലമായി കേൾക്കുന്ന കാര്യമാണ്. അതിപ്പോൾ ഈ സമ്മേളന കാലയളവിൽ അതിശക്തമായി മാറിയിരിക്കുന്നു, 2 ചേരിയായി മാറിയിരിക്കുന്നു എന്നുള്ള വാർത്തയും ഈ ഘട്ടത്തിൽ തന്നെയാണ് വരുന്നത്. പയ്യന്നൂരിലെ വാർത്ത, പയ്യന്നൂരിൽ വിഭാഗീയത പരിഹരിക്കാനാവാത്ത നാണക്കേടെന്ന് ജില്ലാ കമ്മിറ്റി തന്നെ കണ്ടെത്തുകയാണ്. ഏരിയ കമ്മിറ്റി നേതാക്കൾ 2 തട്ടിലായി വന്നിരിക്കുകയാണ്. അപ്പോൾ കണ്ണൂരിൽ പയ്യന്നൂരിൽ പാർട്ടി ഏറ്റവും ശക്തമായ ഒരു സ്ഥലമാണ്, അവിടെയും 2 വിഭാഗമായി മാറിയിരിക്കുന്നു. പാലക്കാട്ടെ സംഭവം, പയ്യന്നൂരിലെ സംഭവം, തിരുവനന്തപുരത്തെ സംഭവം, കരുനാഗപ്പള്ളിയിലെ സംഭവം, പിന്നെ ഗുരുതരമായ തിരുവല്ലയിലെ പ്രശ്നം. തിരുവല്ലയിലെ പ്രശ്നം വരുമ്പോൾ അവിടെ കെ കൊച്ചുമോനെ മാറ്റി മുൻ ഏരിയ സെക്രട്ടറി ഫ്രാൻസിസ് വി ആന്റണിക്ക് താക്കീതും നൽകി. അപ്പോൾ അത് നടപടിയെടുത്തു, കർശനമായ നടപടിയെടുത്തു എന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി പറയുമ്പോൾ അത് വിഭാഗീയതയും നടപടിയുമല്ല എന്നാണ് ജില്ലാ സെക്രട്ടറി കെ പി ഉദയഭാനു പറയുന്നത്. അപ്പോൾ അവിടെ ജില്ലാ സെക്രട്ടറിയുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായൊരു നടപടിയിലേക്ക് സംസ്ഥാന കമ്മിറ്റി എത്തിയിരിക്കുന്നത്, അല്ലെങ്കിൽ സംസ്ഥാന നേതൃത്വം എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അവിടെ വേറെ രൂപത്തിൽ പാർട്ടി പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അത് ഈ പറയുന്ന ഇപ്പോൾ താഴെത്തട്ടിലെ തർക്കങ്ങളെ വന്നിട്ടുള്ളൂ. ഇനി സമ്മേളനം മുകളിലേക്ക് പോകുമ്പോഴാണ് മുകൾത്തട്ടിൽ പ്രശ്നമുണ്ടോ എന്ന് പറയാനായിട്ടില്ല. ഇപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ തുടങ്ങി അത് കറക്ഷൻ നടത്തുന്ന നല്ല കാര്യം. തിരുത്തൽ നടത്തി തന്നെ ഒരു പാർട്ടിക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അങ്ങനെ തിരുത്തൽ നടത്തുന്ന ഒരു പാർട്ടിയാണ്, അതുകൊണ്ട് ജനാധിപത്യം നന്നായി നിൽക്കുന്ന പാർട്ടിയാണ്. അതുകൊണ്ട് പരസ്പരം വിമർശനങ്ങളാകാം, ഉൾപാർട്ടി ജനാധിപത്യമുള്ള പാർട്ടിയാണെന്നൊക്കെ CPM-ന് പറയാം. പക്ഷേ ഏത് വിഷയത്തിലാണ്, എത്ര അരാഷ്ട്രീയമായിട്ടുള്ള പ്രതികരണമാണ് ഈ മധു മുല്ലശ്ശേരി എങ്ങനെയാണ് ഇത്ര കാലം പാർട്ടിയുടെ നേതൃത്വത്തിൽ തുടർന്നത് എന്നൊരു ചോദ്യം അവിടെ നിൽക്കുകയാണ്. നാളെ ഇറങ്ങിയ ഉടനെ ഞാൻ എങ്ങോട്ട് പോകണമെന്ന് തീരുമാനിച്ചിട്ടില്ല, തനിക്ക് അടുത്ത പാർട്ടി ഉണ്ട് എന്ന് പറയുന്ന ഒരു നേതാവാണല്ലോ ഇത്രയും കാലം അവിടെ ഉണ്ടായിരുന്നൊരു ചോദ്യം അവിടെ നിൽക്കുകയാണ്. അപ്പോൾ അത് പാർട്ടി വിശദമായി തന്നെ പരിശോധിക്കേണ്ടതുണ്ട്. അങ്ങനെ കറക്ഷൻ നടത്തി മുന്നോട്ട് പോകട്ടെ, നന്നായി വരട്ടെ. ഏരിയ കമ്മിറ്റി കഴിഞ്ഞ് ജില്ലാ കമ്മിറ്റിയിലൊക്കെ എത്തുമ്പോൾ വിഭാഗീയത വരും, ഉറപ്പായിട്ടും വിഭാഗീയത ഉണ്ട് എന്നുള്ള കാര്യം നമ്മുടെ മുന്നിലെ യാഥാർത്ഥ്യമല്ല. ഇപ്പോൾ തിരുവല്ലയിൽ നടക്കുന്ന താഴെത്തട്ടിലെ തർക്കമല്ല, പ്രാദേശികമായി നിങ്ങൾ നോക്കൂ, പ്രാദേശികമായി നിൽക്കുന്നെങ്കിൽ നല്ല കാര്യം. എല്ലാ കാലത്തും പാർട്ടി സമ്മേളനം കേട്ടല്ലാത്ത പാർട്ടിയാ. നമ്മളിപ്പോ കോൺഗ്രസിന്റെ സമ്മേളനം നടക്കണമെന്ന് എവിടെ മുതൽ അടി തുടങ്ങുന്ന ഇല്ലാന്ന് പറയുന്നില്ല. അപ്പൊ CPM-ൽ നോക്കൂ, 5 ഇടത്തിൽ 38,000 സമ്മേളനങ്ങൾ നടന്നിടത്തെ 5 ഇടത്തെ അതിൽ മധു മല്ലശ്ശേരിയുടെ കാര്യം അപ്പോഴേ വെട്ടണം. കാര്യം അതൊരു വ്യക്തിപരമായ വിഷയം മാത്രമാണ്. എനിക്കൊന്ന് കൊഴിഞ്ഞാൻ പറയുന്നത് വലിയ ഗൗരവമുള്ള ഇല്ലാത്തൊരു വിഷയം. ജില്ലാ കമ്മിറ്റിയോടുള്ള ഒരു പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും സംഘത്തിന്റെയും വിയോജിപ്പ് മാത്രം. പാർട്ടി ഓഫീസ് തുടങ്ങിയത് അവിടെ കുറച്ച് പേര് പിന്നാലെ കുറച്ചു പേരെന്നുള്ളതാണ്. നോക്കൂ, ഈ എണ്ണം ഇങ്ങനെ കുറച്ച് പ്രവർത്തകർ എന്നുള്ള ആ പ്രവർത്തകർ പിന്നീട് മറ്റ് രാഷ്ട്രീയ പാർട്ടികളിലേക്ക് പോകുമോ എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമല്ലേ? ഇതുവരെ ഗൗരവത്തിൽ കാണേണ്ട വിഷയമാണ്. ഇതുവരെ പോയിരിക്കുന്നത് കോൺഗ്രസിൽ നിന്നാണല്ലോ. BJP-യിലേക്കുള്ള ഒഴുക്ക് എവിടെയാണ് ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത്? CPM-ൽ നിന്ന് പോയേക്കുന്നത് വളരെ കുറച്ചല്ലേ. ബിബിനെ പോലെയുള്ള ആളുകളല്ലേ CPM-ലേക്ക് പോയി എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ അവിടെ കഥയുണ്ട്, നമുക്ക് കാത്തിരിക്കാം. എന്തായാലും ജില്ലാ സംസ്ഥാനമൊക്കെ വരാൻ പോകുന്നു. ഒറ്റപ്പെട്ട സംഭവമോ എന്ന ചോദ്യത്തിന് ഒരുപാട് സംഭവങ്ങൾ ഒറ്റപ്പെട്ട വ്യത്യസ്തങ്ങളായിട്ടുള്ള കാരണങ്ങളുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും തർക്കങ്ങളുമാണ് എന്നാണ് എൻ്റെ പക്ഷം. ബാക്കി രണ്ടുപേരുടെ അഭിപ്രായം ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല, 38,000-ൽ 5 എന്നുള്ളത്. ഭയങ്കര തന്നെ. Meet the editors.